ഹായ് അസ്സലാമു അലൈക്കും. ഞങ്ങളിന്ന് മന്തി എവിടെ ഉണ്ടാക്കിയത്, അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചേ. ആദ്യമേ ഞാൻ സ്പൈസസ് എല്ലാം കൂടി അരച്ച് ഞാൻ തന്നെ ആ മസാല ഉണ്ടാക്കാറ്. മല്ലിയും കുരുമുളകും ഏലക്കയും അതുപോലെ ഒരു വലിയ അല്ലി വെളുത്തുള്ളിയും എല്ലാം നല്ലോണം ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടുവേ. മഞ്ഞൾപ്പൊടിയും ഒരു മാഗി ക്യൂബ് കൂടി ഇട്ട് നല്ലോണം മിക്സിയിലിട്ട് അരച്ചെടുക്കും. നല്ല തിന്നായിട്ട് എടുക്കണേ. അത് എന്നിട്ട് ചിക്കനെ എടുത്ത് നല്ലോണം വരഞ്ഞ് എടുക്കണം. നല്ല രീതിയിൽ മസാല പിടിക്കാനായിട്ടാണ് അങ്ങനെ എടുക്കുന്നത്. അങ്ങനെ വരഞ്ഞെടുത്ത് അതിനകത്തോട്ട് നമ്മൾ അടിച്ച് വെച്ച മസാല നല്ലോണം ചേർത്ത് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറെങ്കിലും, എത്ര മണിക്കൂർ നേരം വെക്കുന്നോ അത്രയും നല്ലതാണേ. അത്ര നേരം നമുക്ക് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. നമ്മൾ മിക്സ് ചെയ്യുന്ന കൂടെ ഉപ്പിടാൻ മറക്കല്ലേ. ഉപ്പും ഇട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഇച്ചിരി ഏറെ ഉപ്പിടണേ. ഒരിച്ചിരി മുന്നിൽ നിൽക്കണം. ഉപ്പിട്ട് നല്ലോണം മിക്സ് ചെയ്ത് അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചേ. അത് കഴിഞ്ഞ് അതിന് ശേഷം അപ്പം തന്നെ നമ്മൾ എടുത്തെല്ലാം വൃത്തിയാക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് എല്ലാം കൂടി വൃത്തിയാക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് കഴിഞ്ഞ ശേഷം അപ്പം തന്നെ ഞാൻ വൃത്തിയാക്കി വിടുവേ. അത് കഴിഞ്ഞ് ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് നമ്മൾ എടുക്കുന്നത്. അരി ആദ്യമേ കഴുകി വെക്കാനായിട്ട് എടുത്തേ. അരി കഴുകി വെച്ച് കഴിഞ്ഞാൽ അത് ഇച്ചിരി കുതിർന്നിരിക്കുമല്ലോ, അപ്പോൾ അരി കഴുകി വാരി വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചോറിനകത്തോട്ട് ഒഴിക്കാനുള്ള വെള്ളം, 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് അളവിൽ വെള്ളം നമ്മൾ എടുക്കണം. അതിനുശേഷം നമുക്ക് ചോറിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്നൊക്കെയാണെന്ന് നോക്കാം. ക്യാപ്സിക്കം, ഒരു പച്ചമുളക്, വെളുത്തുള്ളി, സവോള, അതുപോലെ സ്പൈസസ്. ഞാൻ കുക്കറിൽ അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഗ്യാസ് കത്തിച്ച് പാൻ വെച്ചു. അതിനകത്തോട്ട് അങ്ങനെ എണ്ണ ചൂടായതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന എല്ലാം കൂടി ഇട്ട് നല്ലോണം ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. ആ നേരം ഇത് ചിക്കൻ വേവിച്ച വെള്ളമാണ്. ഞാൻ പീസ് മാറ്റിയിട്ട് അതിൻ്റെ വെള്ളം മാത്രം എടുത്തതാണ്. ബാക്കി സ്പൈസസ് കൂടി ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് എന്നിട്ട് നമ്മൾ എടുത്ത ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാവേ. തിളപ്പിച്ച വെള്ളം ആയതുകൊണ്ട് നമ്മൾ തിളയ്ക്കാനായിട്ട് നോക്കിയിരിക്കേണ്ട. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മുടെ റൈസും മാഗി ക്യൂബ് കൂടി ഇട്ട് നമുക്ക് അടച്ച് വെക്കാം. അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞ് നമുക്ക് തീ കുറച്ച് വെക്കണേ. അല്ലെങ്കിൽ വെള്ളം എളുപ്പത്തിൽ പറ്റിപ്പോവും. അതുകൊണ്ടാണ് കുറച്ച് വെച്ച് സ്ലോ കുക്ക് ചെയ്തെടുക്കാവേ. അത് കഴിഞ്ഞ് നമ്മൾ തുറക്കുമ്പോൾ ഇച്ചിരി കൂടി വെള്ളം പറ്റാനുണ്ട്. അതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെക്കാം. അതിനുശേഷം ചിക്കൻ എല്ലാം പറക്കി മുകളിൽ വെച്ച് നമുക്ക് ഞാൻ ചിരട്ടയാണ് എടുക്കുന്നത്. അതൊന്ന് കനലാക്കി നമുക്കൊന്ന് പുകച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനങ്ങനെ ഫുഡ് കളറൊന്നും ചേർക്കാറില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്നാൽ പിന്നെ ഞങ്ങൾ കഴിക്കട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ.